ഇത് നമുക്ക് ഇടത്തേക്കാളും പണി എടുക്കുന്നുണ്ടെങ്കിൽ വലത്തേക്കാൾ ഹാൻഡിൽ പിടിക്കാൻ ഉപയോഗിക്കാം. പിന്നെ ഇതെന്താണത്? ലോക്കർ അല്ലേ. പിന്നെ ഇത് നമുക്ക് ഓൺ ഓഫ് ചെയ്യാനുള്ളത്. പിന്നെ ഇത് സാൻഡ് ഡിസ്ക് അല്ലേ. ഈ ഡിസ്ക് നമ്മള് മറ്റേ ഗ്രൈൻഡറിൽ ഉദ്ദേശിക്കുക. ഈ ഡിസ്ക് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? അല്ലേ? ഈ ഉപയോഗിക്കുന്ന മെഷീന്റെ കരുത്തിലുള്ള ഡിസ്ക് തന്നെയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഉറപ്പ് വരുത്തണം. നമ്മൾ സുരക്ഷ സംഭവിച്ചു, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന സുരക്ഷ എന്തുകൊണ്ടും റിലേറ്റഡ് ആണ്, ബന്ധമാണ്. ഈ RPM ആയിട്ട് നമ്മൾ റിലേറ്റഡ് ബന്ധമാണ്. അപ്പോ കാരണം ഇയാളുടെ ജീവൻ, അതായത് ഹാർട്ട് ബ്ലോക്കായി കിടക്കുക, കണ്ണനട്ടി കിടക്കുകയാണ്. എന്ത് ചെയ്യുന്ന അറിയോ? ഈ വ്യക്തി അങ്ങനെ ചെരിച്ച് കിടക്കും. മെഷീൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മെഷീൻ ഉപയോഗിച്ച് പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് രണ്ട് രീതികളെ കുറിച്ചും വ്യക്തമായ ധാരണയുള്ള ആളുകളാണ്. അപ്പം നമ്മൾ തുടക്കം മുതൽ എങ്ങനെ തുളച്ചെന്നോ ഇപ്പം എങ്ങനെ തുളയ്ക്കണമെന്നോ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെ എനിക്ക്. പിന്നെ ഒരു കാര്യം പറയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മൾ ഇത്രയും കാലത്തിനിടയ്ക്ക് ആശാര്യന്മാരായിട്ട് ആശാരിപ്പണി, മരപ്പണി, മറ്റേ പണികളൊക്കെ ചെയ്തു. ചിന്നവരിക്കും ഒരു ഗവൺമെൻറ് നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമോ ഇങ്ങനെ ഒരു സൗജന്യമായിട്ടുള്ള പണി ആയുധങ്ങളോ മറ്റൊക്കെ നമുക്ക് ആരും വിഭാഗം കോൺഗ്രസോ രാഷ്ട്രീയം പറയില്ല. കോൺഗ്രസും മാർക്സിസ്റ്റോ മറ്റു മറ്റൊക്കെ വന്നിട്ടുണ്ടാവും, പക്ഷെ വന്നിട്ടില്ല. നമ്മുടെ പ്രധാനമന്ത്രി OBC വിഭാഗത്തിലാണെന്ന് പറയുന്നത്. അപ്പോൾ അയാൾ ആ OBCന്റെ ബേസ് ചെയ്തിട്ടാണ് പുള്ളി ഇതൊക്കെ ചെയ്യുന്നത്. അതിന് നിങ്ങൾ പ്രധാനമന്ത്രിക്ക് അതുകൊണ്ട് അപ്പോൾ അത് പ്രധാനമന്ത്രി വിഭാഗത്തിൻ്റെ പരിപാടി നമ്മുടെ VV രാജേഷൻ സാറിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ കേരളത്തിൽ ഇവിടെ ചെറുപ്പശ്ശേരി എന്നുള്ളത് ക്ലാസ് എടുക്കാൻ വന്ന ഒരു നരേന്ദ്രമോദിയാണ് VV രാജേഷൻ. ആ രാജേഷിൻ്റെ കൂടെ നമുക്ക് ക്ലാസ് കിട്ടി. ആ ക്ലാസ്സിൽ നല്ല ക്ലാസ് ആയിരുന്നു. 27 വർഷം തൊട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, കാർപ്പൻ്റർ വർക്ക്. പക്ഷെ മെഷീനറി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ടും എല്ലാ മെഷീനിലും യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് ഇതുമാതിരി ഇന്ന ഐഡിയാസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നത് പരമാവധി ഇത്